ജീവജാലങ്ങളും കടന്നു വരാത്ത, ഒരു മനുഷ്യനും കടന്നു വരാത്ത ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് വീഴുമ്പോ നിലവിളിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന് ഒറ്റപ്പെട്ട് വിജനമായ ദ്വീപിന്റെ ഉള്ളറയിൽ കിടന്ന് കൈകാലിട്ടടിക്കുമ്പോ ക്രൂസോ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്, ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിനപ്പുറത്തേക്ക് ജീവിതമില്ല, എന്റെ ജീവിതം ഇവിടെ പര്യവസാനിക്കുകയാണ്. പക്ഷെ എങ്കിലും അയാൾ തളർന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ആയുധങ്ങളില്ല, സാധന സാമഗ്രികളൊന്നുമില്ല. റോബിൻസൺ ക്രൂസോ കുറച്ച് സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് താൻ ഇവിടെ ഉള്ളെടുത്തോളം കാലം കടൽ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ജീവിക്കാൻ ഒരു ചെറിയ പാർപ്പിടം റോബിൻസൺ ക്രൂസോ നിർമ്മിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞു വീട് വെച്ചു. ആ വീടിനകത്ത് വിശ്രമിക്കും. അതിരാവിലെ കടലിന്റെ തിരമാലകളുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് റോബിൻസൺ ക്രൂസോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കടലിലേക്ക് നോക്കിയിരിക്കും. ഒരു കപ്പൽ വന്നിരുന്നെങ്കിൽ, ഒരു തോണി വന്നിരുന്നെങ്കിൽ, ഒരു വലിയ തടിക്കഷണമെങ്കിലും വന്നിരുന്നെങ്കിൽ അതിൽ പിടിച്ച് കടലിന്റെ കരയിലേക്ക് എത്തിയാൽ എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ബന്ധങ്ങൾ, എനിക്ക് അവരുമായിട്ട് ഇടപെടാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിച്ച് റോബിൻസൺ ക്രൂസോ കരയുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ തിരമാലകളോട് സങ്കടം പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവം വീണ്ടും ക്രൂസോയെ പരീക്ഷിക്കുകയാണ്. ഈ കഷ്ടപ്പെട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കുടിൽ കത്തിക്കരിഞ്ഞ് ചാരമായി പോയി. അതുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിനോട് പുച്ഛം തോന്നി, ദേഷ്യം തോന്നി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്നോടൊരു കനിവ് തോന്നിയില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്നോടൊരു സ്നേഹം തോന്നിയില്ലല്ലോ, ഇത്രയും ത്യാഗം ചെയ്തിട്ടും ഞാൻ നിർമ്മിച്ച ഈ മനോഹരമായ കുടില് കത്തിക്കരിഞ്ഞ് ചാരമായി പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടം മനസ്സിന്റെ അകത്ത് നിറഞ്ഞ് റോബിൻസൺ ക്രൂസോ ആകെ വിഷമത്തിലും പരിഭവത്തിലുമായി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അത്ഭുതകരമെന്നോണം ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് വന്നു. റോബിൻസൺ ക്രൂസോയുടെ കണ്ണുനീരുകൾ തുടച്ചു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ജീവിതത്തിൽ ഇതിൽ പരം ഒരു സന്തോഷം വരാനില്ല. ഒരിക്കലും ഒരു കപ്പൽ അവിടെ വരാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പോ ഒരു കപ്പൽ വന്നിരിക്കുകയാണ്. അയാൾ ആ കപ്പലിന്റെ ഭാഗത്തേക്ക് ഓടി. കപ്പലിന്റെ കപ്പിത്താനോട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു മനുഷ്യൻ ഇവിടെ താമസമില്ല. നിങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ റോബിൻസൺ ക്രൂസോയോട് അയാൾ പറഞ്ഞു, ഇവിടെ കുറെ തീയും പുകയും കണ്ടപ്പോൾ ഞങ്ങളുടെ കപ്പലിൽ ഇരുന്ന് എല്ലാവരും പറഞ്ഞു കപ്പൽ ഇങ്ങോട്ട് വിടണം, ഇവിടെ എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണ്. റോബിൻസൺ ക്രൂസോ അവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് വരെ, ഈ സമയം വരെ തന്റെ വിധിയിൽ പുച്ഛിച്ചു തള്ളിയ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പാർപ്പിടം കത്തിപ്പോയെങ്കിൽ എന്താ, എന്റെ വീട് കത്തി ചാരമായി പോയെങ്കിൽ എന്താ, അതിന്റെ പിന്നിൽ ആ തീയും പുകയും കണ്ടിട്ടാണല്ലോ ഈ കപ്പൽ ഇവിടെ വന്നത്. ആ സന്തോഷം, ഈ ഒരു ദുരന്തത്തിന്റെ പിന്നിൽ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി പറഞ്ഞെങ്കിൽ ഈ ഒരു കഥ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഒരുമിച്ച് കൂടിയ പ്രവാസികളായ നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്തിനെന്ന് നിങ്ങൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ടാകും. ഒരാളും കഷ്ടപ്പെടാതെ സൗദി അറേബ്യയിൽ പൈസ ഉണ്ടാക്കാൻ ഒരിക്കലും പരിശ്രമിക്കേണ്ട, അത് സാധ്യമാവുകയില്ല. ആദ്യം ഒരു പക്ഷേ ആരെങ്കിലും പറ്റിച്ച വിസയിൽ നിങ്ങൾ ഇവിടെ വന്നതായിരിക്കാം. ആദ്യം ഒരു പക്ഷേ കുറെ സിമന്റ് ചാക്കിട്ട് വന്നവരായിരിക്കാം. ആദ്യം ഒരു പക്ഷേ റൊട്ടി പോലും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ടവരായിരിക്കാം. ആദ്യം ഒരു പക്ഷേ ഒരു കാരക്കയുടെ ചീള് കയ്യിലെടുത്ത് വെച്ചിട്ട് ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് അത് നോക്കിയിട്ട് നെടുവീർപ്പിട്ട് വേദനയോടെ കഴിഞ്ഞുകൂടിയവരായിരിക്കാം. ആ നിങ്ങളിൽ പലരും ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? തളരാത്ത മനസ്സുമായി ജിദ്ദയിൽ ഉയർന്നു നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് പൊരുവയിലത്ത് കഷ്ടപ്പാട് കണ്ണീരുമൊഴുകുമ്പോ തനിക്കത് കടൽ കടന്ന തന്റെ നാട്ടിൽ ഒരു ചെറിയ കുടിലുണ്ട്, ചെറിയ വീടുണ്ട്, ചെറിയ കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഞാനില്ലാതെ അവർക്ക് ആരുമില്ല എന്ന് ചിന്തിച്ച് തളരാത്ത മനസ്സുമായിട്ട് കുടുംബത്തിന് വേണ്ടി ചിറക് വിരത്തി ആവേശത്തോടുകൂടി പറന്നു പോകാൻ ഒരുപക്ഷെ നിങ്ങളെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തായിരിക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തായിരിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ തിളച്ചുകൊണ്ടുന്ന ചിന്തകൾക്ക് സാന്ത്വനം പകർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മനോഹരമായ ആയത്താണ്, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്, ഒരിക്കലും നിരാശരാകരുത്. എത്ര ക്യാൻസർ രോഗികൾക്ക് രോഗം മാറി, എത്ര കഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുത്തു, എത്ര മരണത്തെ മുഖാമുഖം കണ്ടവർക്ക്
ആരോഗ്യ പടച്ച തമ്പുരാൻ ആരോഗ്യത്തോടെ ജീവിതം മടക്കി കൊടുത്തു. എത്ര മരണക്കിടക്കയിൽ നിന്ന് ആഫിയത്തുള്ള ജീവിതത്തിന്റെ കളിത്തൊട്ടിലേക്ക് എത്രയോ മനുഷ്യർ മടങ്ങി വന്നുപോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. കരയല്ലേ, വേദനിക്കല്ലേ, നിരാശപ്പെടല്ലേ, ആത്മഹത്യ ചെയ്യല്ലേ, വിഷം കഴിക്കല്ലേ, പൊട്ടിത്തകർന്ന മനസ്സുമായി കഴിഞ്ഞുകൂടല്ലേ. അല്ലാഹുവിന്റെ ഖുർആനാണ് സർവ്വതിനും നിനക്ക് മാതൃകയെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ പറയുന്നു, മനസ്സിനെ സാന്ത്വനിപ്പിച്ചുകൊള്ളുക, മനസ്സിനെ ചേർത്ത് വെച്ചുകൊള്ളുക, മനസ്സിനെ കൂട്ടിവെച്ചുകൊള്ളുക. അല്ലാഹ് പറയുന്നു, എന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശ മുറിഞ്ഞു പോകല്ലേ. നൈമിഷികമായ ലോകമാണ്. ഇവിടെ ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കാതെ അല്ലാഹുവിന്റെ മുത്തം കിട്ടുമെന്ന് കരുതണ്ട, അല്ലാഹുവിന്റെ സെക്കൻഡ് കിട്ടുമെന്ന് കരുതണ്ട. നിങ്ങളെ കരയിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, നൊമ്പരപ്പെടുത്താതെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഉന്നതമായ വിജയതീരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് എന്റെ ചിന്തയിൽ വന്ന ഒരു പ്രവാസികൾ പോലും ചിന്തിക്കല്ലേ. അല്ല ഞെക്കി നോക്കാതെ, അല്ല പിടിഞ്ഞു നോക്കാതെ, അല്ല കൊട്ടി നോക്കാതെ, അല്ല തട്ടി നോക്കാതെ ഒരു മനുഷ്യനും കാരുണ്യവാനായ റബ്ബവന്റെ പൊരുത്തം കൊടുക്കുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ. നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു ആരോഗ്യവും ആഫിയത്തും സമ്പത്തും സന്തോഷവും കൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും ജീവിച്ചു തീരാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, വേണ്ട. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരോട് മാത്രമല്ല, ഔലിയാക്കളോട് മാത്രമല്ല, ചില വർഗത്തിനോട് മാത്രമല്ല, ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, നിങ്ങളെ അവൻ പരീക്ഷിക്കുന്നതാണ്. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കും. ഭയം തന്നുകൊണ്ട് ചില നിയമങ്ങൾ പെട്ടെന്ന് സൗദി അറേബ്യയിൽ മാറി മറിയുമ്പോൾ ഈ കസേരയിൽ നിന്നുകൊണ്ട് ആലോചിച്ച് ഭയപ്പെട്ട് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പൊട്ടിക്കരയുന്നവരെ മിനൽ ഖൗഫ്, ഒരു ഭയം തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാ. മക്കൾക്ക് അസുഖം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങൾക്ക് അസുഖം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങൾക്ക് വേദന തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങൾക്ക് മരണം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങളുടെ മക്കളെ മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങളുടെ ബിസിനസ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് പരീക്ഷിക്കും. ഇവിടെ ഒരു സഹോദരനുണ്ട്, ഞാൻ ഉംറയ്ക്ക് വരുമ്പോ മക്കത്ത് വന്നിട്ട് എന്നോടൊപ്പം ഉംറ ചെയ്യുന്ന വയനാട്ടിലുള്ള ജാബർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ സദസ്സിലുണ്ട്. ആളെ ചൂണ്ടിക്കാണിക്കുന്നില്ല, നിങ്ങൾ പോയി പരിചയപ്പെടേണ്ട. ആ സഹോദരൻ അല്ലാഹു നഷ്ടപ്പെട്ടു പോയ ബിസിനസിന്റെ, കച്ചവടത്തിന്റെ, ജോലിയുടെ അഭിവൃദ്ധി അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. തകർന്ന മനസ്സുമായിട്ടാണ് ഈ സദസ്സിൽ ആ സഹോദരൻ ഇരിക്കുന്നത്. ഇനി എന്ത് എന്ന ഒരു വലിയ ചോദ്യചിഹ്നം ആ സഹോദരനെ കുത്തി നോവിക്കുമ്പോ ആ സഹോദരനോട്, ആ സഹോദരനെ പോലെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് എന്തെങ്കിലും ഒരു വേദന കൊണ്ട്, ബേജാറുകൊണ്ട് പൊട്ടിയ മനസ്സുമായി വന്നിരിക്കുന്നവരെ ഒന്ന് ക്ഷണിച്ചൂടെ? അല്ലാഹുവിനോട് പരാതി പറയാറ്, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറ്, അല്ലാഹുവേ നീ എനിക്കിത് തന്നല്ലോ എന്ന് പറഞ്ഞൊരു പരിഭവം പറയാറ് അൽഹംദുലില്ലാ നിങ്ങൾ പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നിങ്ങൾക്കൊരു വലിയ സമ്മാന പൊതി ആ പടച്ചറപ്പ് വെച്ചിരിക്കുകയാണ്. ഫബശ്ശിരിസ് സാബിരീൻ. ആ സന്തോഷം നബിയെ അങ്ങവരെ അറിയിക്കണം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു കഷ്ടപ്പാടിന്റെ പിന്നിൽ, ഒരു നൊമ്പരത്തിന്റെ പിന്നിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം തരിക. ബലിപെരുന്നാളിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ ഇത്ര ത്യാഗത്തോടുകൂടി ഞാൻ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാരണം എന്തേ? ചെറിയ പരീക്ഷണമൊന്നും അല്ല അല്ലാഹു കൊടുത്തത്. ഒരു പ്രവാചകനെ ഇത്രമാത്രം പരീക്ഷിക്കാമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള പരീക്ഷണം. ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് പോകട്ടെ, ഒരു മനുഷ്യന്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളാണ്. ഒരു മനുഷ്യന്റെ ദൗർബല്യം അവന്റെ മക്കളാണ്, അവന്റെ കുഞ്ഞുങ്ങളാണ്. എന്തുകൊണ്ട് ഫലസ്തീനിലെ ഗാസ എന്ന് പറയുന്ന ആ പ്രദേശത്തിനോട് അടങ്ങാത്ത ആവേശവും സ്നേഹവും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു?
അവിടുത്തെ കുഞ്ഞു മക്കളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ടത് വെട്ടിയെരിയുന്ന, ചവിട്ടി തേക്കുന്ന, തെറിച്ചു വീഴുന്ന, വലിച്ചു കീറുന്ന കുഞ്ഞു ശരീരങ്ങൾ. 2.5 വയസ്സുള്ള മഹറൂഫയും 1.5 വയസ്സുള്ള അമീനും ഒക്കെ ഗാസയുടെ മണ്ണിൽ നിണം കൊണ്ട് ഉരുണ്ട് കളിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ആ ദൃശ്യങ്ങൾ മാറാത്തത് കുഞ്ഞുങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരു ദൗർബല്യമായതുകൊണ്ടാണ്. മക്കൾ നമുക്ക് എപ്പോഴും ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഈ ഒരുമിച്ച് കൂടലിന്റെ ബറക്കത്ത് കൊണ്ട് ആരോഗ്യമുള്ള മക്കളെ അവർക്ക് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള മക്കളെ അല്ലാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. അവരെ കുടുംബത്തിന്റെ സങ്കടം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദൗർബല്യം അവന്റെ മക്കളാണ്. മക്കൾക്ക് മുത്തം കൊടുക്കാത്ത ജീവിതം, മക്കളുമായി കളിച്ചു ചിരിക്കാത്ത ജീവിതം എന്തൊരവസ്ഥയാണ്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് മക്കളില്ല. ഒരുപാട് പ്രായമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞു പറഞ്ഞിട്ട് അല്ലാഹു സന്തോഷത്തിൽ ഒരു മകനെ കൊടുത്തു, ഇസ്മായിൽ. പൊന്നുമോനെ കൊടുത്തു ഇസ്മായിൽ. ആ പൊന്നുമോന് നല്ലതുപോലെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഇസ്മായിലിനെ അല്ലാഹുവിന് വേണ്ടി ബലിയിറക്കണം. ബലിപെരുന്നാൾ വരുമ്പോ നാട്ടിലൊക്കെ എല്ലാ പള്ളിയിലും ജുമാ പ്രസംഗത്തിന് അതാ. എന്നിട്ട് ഇമാമ് പറയും, സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഹീറോ ഹോണ്ടയിൽ ഇരുന്ന് പോണ പോലെ പോകണമെങ്കിൽ നല്ല കൊമ്പുള്ള പോത്തിന് വാങ്ങി ഉദയ്യ കൊടുക്കണം. ആരാണ് ഒന്നാമത്തെ ആള്? നാട്ടിലെ ബ്ലേഡ് കമ്പനിക്കാരൻ എഴുന്നേറ്റ്, ഞാൻ 10 പോത്തിന് നിയത്താക്കിയിരിക്കുന്നു. ഇമാമ് കുലു തക്ബീർ. കാരണം കമ്മിറ്റിക്കാർ പുറകെ നിന്നുകൊണ്ട് പറയും, ഉസ്താദെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 5 പോത്തേ ഉണ്ടായിരുന്നുള്ളൂ, എപ്രാവശ്യം ഒരു 6 പോത്ത്, അപ്പുറത്തെ പള്ളിയെക്കാളും കൂടുതൽ ഇവിടെ ഉദയ്യർത്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഹത്തം പോകയാന്ന് പറയുമ്പോൾ മുസ്ലിയാർ അത് വേണ്ടിച്ചിട്ട് പറയുന്നതാ. എല്ലാ പള്ളികളിലും അങ്ങനെ. നാടിന്റെ അവസ്ഥ എങ്ങനെയാ? ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയതല്ല. ഇന്ന് പള്ളിയുടെ നേതൃത്വം വെറും കമ്മിറ്റിക്കാരുടെ കയ്യിലായി പോയി. ഉസ്താദുമാർക്ക് ഇവിടെ റോളില്ല. കീ കൊടുക്കുന്ന പാവകളെ പോലെ അവര് പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു റോൾ മാത്രമാണ് നാട്ടിൽ നടക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ അവസ്ഥയ്ക്ക് അല്ലാഹു മാറ്റം വരുത്തട്ടെ. ചില സ്ഥലത്തൊക്കെ മാറി വരുന്നുണ്ട്. ഞങ്ങളത് എവിടെ പോയാലും പ്രസംഗിച്ച് കമ്മിറ്റിക്കാരെ കുറ്റപ്പെടുത്തി അവർക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടായെങ്കിലും കുഴപ്പമില്ല. ഒരു പരിധി വരെയൊക്കെ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അല്ലാഹുവിന് വേണ്ടി ബലിയിറക്കണമെന്ന സ്വപ്നം കാണുമ്പോ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് പൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നടന്നു പോകുന്നത് ആ പൊന്നുമോന്റെ കഴുത്തിൽ കടാര വെക്കാനാണ്. കൈയുറച്ചില്ല, മനസ്സറച്ചില്ല. ആ പൊന്നുമോനെ മലർത്തി കിടപ്പിയിട്ട് കടുത്തിറക്കുമ്പോ ഇബ്രാഹിം നബിക്ക് എങ്ങനെ അത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ മകനെക്കാളും ഇബ്രാഹിം നബി സ്നേഹിച്ചത് അല്ലാഹുവിനെയാണ്. ആ മകനെക്കാളും ഇബ്രാഹിം നബി സ്നേഹിച്ചത് അല്ലാഹുവിനെയാണ്. പൊന്നുമോന് പനി വന്ന് തോളത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓടുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് അല്ലാഹുവിനെക്കാളും നമ്മൾ ഈ പൊന്നുമോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ മാറ്റം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പൊന്നുമോന്റെ കഴുത്തിൽ കടാര വെക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാർ അത്ഭുതപ്പെട്ടു പോയി. ലോകത്തൊരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഈമാന്റെ ധൈര്യം ഖലീലുള്ള കാണിച്ചു കൊടുത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവേ, നീ എന്ത് പറഞ്ഞാലും നീ എന്ത് ചെയ്താലും എനിക്ക് സങ്കടമില്ല അല്ലാ, എനിക്ക് സങ്കടമില്ല അല്ലാ. ഇതിനെ കുറിച്ചാണ് മുത്ത് റസൂല് പറഞ്ഞത്. അത് ഈമാന്റെ രുചിയാണ്, അത് ഈമാന്റെ മാധുര്യമാണ്. സഹാബികൾ ചോദിച്ചു, എന്താണ് ഈമാന്റെ മാധുര്യം നബിയെ? ജിദ്ദയിൽ വന്ന് പല പ്രാവശ്യം ഉംറയ്ക്ക് പോയവരെ, ജിദ്ദയിൽ വന്ന് പല പ്രാവശ്യം മദീനത്ത് പോയവരെ, ജിദ്ദയിൽ വന്ന് പല പ്രാവശ്യം അല്ലാഹുവിന്റെ പരീക്ഷണത്തിലൂടെ നീന്തിക്കടന്ന് അല്ലാഹുവിന്റെ വിജയതീരത്തിലേക്ക് എത്തിയ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എന്താണ് നബിയെ ഈമാന്റെ രുചി എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ വബി മുഹമ്മദിൻ നബിയാ. റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുക. വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കുക. വബി മുഹമ്മദിൻ നബിയാ, മുഹമ്മദ് നബിയെ നബിയായിട്ട് അംഗീകരിക്കുക. ഈ മൂന്നും തൃപ്തിപ്പെടുന്നവർ അല്ലാഹുവിന്റെ ഈമാന്റെ രുചിയുള്ളവരാണ്. വെറും തൃപ്തിയല്ല,
ഈ ദിക്ർ സാധാരണ പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സുബഹിക്കും മഗ്‌രിബിനും ശേഷം, സുബഹിക്കും മഗ്‌രിബിനും ശേഷം സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ, ഗൾഫുകാരുടെ സുബഹി സാധാരണ 8 മണിക്ക് 9 മണിക്കാണെന്ന് എനിക്കറിയാം. ഉറങ്ങിയിട്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് മുസല്ല വിരിച്ച് അല്ലാഹു അക്ബർ, എന്താണെന്ന് ഇപ്പോൾ നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് അറിയാലോ, ഞാൻ 2 മണിക്ക് ഒന്ന് കിടന്നല്ലേ ഉള്ളൂ. അള്ളാഹുവിന് അറിയാമല്ലോ ഞാൻ 2 മണിക്ക് ഒന്ന് കിടന്നല്ലേ ഉള്ളൂ. ളുഹറും അസ്റും ഒക്കെ കൃത്യം ഞാൻ നിസ്കരിക്കുന്നില്ലേ. സുബഹി ഇപ്പോ ഞാൻ വന്ന് കിടന്നിട്ട് ഇപ്പൊ 4 മണിക്ക് ബാങ്ക് എടുത്തിട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞ പ്രയാസമാണ്. അത് അള്ളാഹുവിന് അറിയാം എന്റെ കഷ്ടപ്പാട്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അള്ളാഹു ഒരു നീതിമാനാണ്. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ പരമമണ്ഡനും, നിങ്ങളെ പോലെ ഉളപ്പാസുള്ളവർ നിസ്കരിക്കുമ്പോ അതും രണ്ടുപേർക്ക് ഒരുപോലെയാണ് അള്ളാഹ് നോക്കുന്നതെങ്കിൽ പിന്നെ അള്ളാഹ് നീതിമാൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹ് നീതിമാനാണെങ്കിൽ 9 മണിക്ക് നിസ്കരിക്കുന്നവന് പണി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതാണ്, അത് ഓർമ്മ വേണം. അത് ആരാണെങ്കിലും അങ്ങനെ തന്നെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും സാധാരണ ദിക്ർ പറയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 10 പ്രാവശ്യം, അല്ലാഹുമ്മ അജ്നിനി മിനന്നാർ 7 പ്രാവശ്യം. അത് കൂടാതെ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. നല്ല ദിക്റാണ്, ഇൻഷാ അല്ലാഹ് പഠിക്കണം. ഹദ്ദാദ് റാത്തിയിലേക്ക് ഉള്ളതാണ്, അത് ചൊല്ലുന്നവർക്കറിയാം, അല്ലാത്തവർക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ മറക്കരുത്. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യാ. ഈ ദിക്റിൽ റളീനാ ബില്ലാഹി റബ്ബൻ എന്ന വാക്ക് എന്താ അർത്ഥം? അല്ലാഹുവേ നീ എന്ത് ചെയ്താലും ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിനക്ക് എന്തും ചെയ്യാം, അള്ളാഹുവിന് എന്തും ചെയ്യാൻ ചോദിക്കാൻ ആരാ? പാവപ്പെട്ട ജാഹിലീങ്ങളായ കൊതുകിന്റെ ഈച്ചയുടെ ചിറകിന്റെ വില പോലുമില്ലാത്ത നമുക്കെന്ത് യോഗ്യതയാണ് ചോദ്യം ചെയ്യാനുള്ളത്? എന്തും റബ്ബിന് ചെയ്യാം. അതിൽ പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് അൽഹംദുലില്ലാഹ് നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അവിടെയാണ് പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഉസ്താദേ 20 കൊല്ലമായി ജിദ്ദയിൽ ഇന്ന് വരെ ഒരു വീട് വെച്ചിട്ടില്ല, ഇന്ന് വരെ ഒരു വീട് വെച്ചിട്ടില്ല. ഇന്നലെ ദമാമിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോ അല്ലാഹുവേ ഗൾഫ് രാജ്യത്ത് പണിയെടുത്തുകൊണ്ട് മുടിയെല്ലാം കൊഴിഞ്ഞുപോയ ബലഹീനനായ ഒരു മനുഷ്യൻ ഞാൻ കയറിയ വാഹനത്തിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ആ ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തിയിട്ട് സലാം പറഞ്ഞ് കൈ തന്നിട്ട് പറയുന്നു, ഉസ്താദേ മറക്കല്ലേ ഉസ്താദേ, മറക്കല്ലേ. 20 കൊല്ലമായി ഉസ്താദേ, 20 കൊല്ലമായി ഉസ്താദേ, ഇന്ന് വരെ ഒരു വീട് എനിക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. 20 കൊല്ലമായി ഇന്ന് വരെ ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 മക്കളുടെ പ്രിയപ്പെട്ട ഉപ്പ വിദേശ രാജ്യമാകുന്ന സൗദി അറേബ്യയുടെ ദമാമിൽ കിടന്ന് കഷ്ടപ്പെട്ടത് 20 കൊല്ലമാണ്. ഒരു ഭവനം ഇതുവരെ കിട്ടിയിട്ടില്ല. വാടകയ്ക്കാണ്. നാട്ടുകാരൻ കുടുംബക്കാരൻ കളിയാക്കുന്ന ഗൾഫുകാരനായി എന്റെ ജീവിതം അങ്ങോട്ട് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഭവനത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണേ. സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നതെന്ന് വേദനയോടെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിന് നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, പടച്ചവന് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ പലരും പറയുമല്ലോ, സമ്പത്ത് ഒരുപാടുണ്ടാക്കിയിട്ട് ഒരു പരിധി വരെ കടം തീരുമ്പോ അടുത്ത ബുദ്ധിമുട്ട് വരികയാണ്. ഒരു പെങ്ങളുടെ നിക്കാഹിന്റെ കടം തീരുമ്പോ മകന് അസുഖം വരികയാണ്, മകനെ ചികിത്സിച്ച കടം തീരുമ്പോ ജോലിക്ക് പ്രശ്നം വരികയാ, ജോലിയുടെ പ്രശ്നം തീരുമ്പോ അടുത്ത സ്ഥാപനത്തിന് തകരാറ് വരികയാ. അതെല്ലാം കഴിയുമ്പോ സൗദിയിൽ നിയമം മാറുകയാ. ഉസ്താദേ എത്ര കൊല്ലം കൊണ്ട് ഇങ്ങനെ കണ്ണീര് കുടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദമാമില് ഒരു ഭാഗത്തൊരു ബിൽഡിംഗ് മുഴുവനും കത്തിക്കരിഞ്ഞ ചാരമായി പോയല്ലോ. എത്രയോ ലക്ഷക്കണക്കിന് റിയാൽ കത്തി അമർന്നു പോയല്ലോ. എത്രയോ ബിസിനസ്സുകാർ പൊട്ടി തകർന്നു പോയല്ലോ. എത്രയോ പാവപ്പെട്ട കച്ചവടക്കാർ ഇനി എന്ത് ചോദ്യം അവരെ വല്ലാതെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ ആത്മഹത്യ ചെയ്യാത്തത് വിശ്വാസിയായതുകൊണ്ടാണെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ ജിദ്ദയിലും അതുപോലെ എത്രയോ വേദന അനുഭവിക്കുന്നവരെ അല്ലാഹു നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല. മുത്തുനബി തങ്ങളോട് സങ്കടങ്ങളെ കുറിച്ച് വന്ന് പരാതി പറഞ്ഞ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മനുഷ്യൻ അല്ലാഹു നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, യുസബു മിൻഹു, അവൻ അല്ലാഹു ബുദ്ധിമുട്ട് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളിൽ ഏറ്റവും അധികം ജിദ്ദയുടെ മണ്ണിൽ പൊട്ടിക്കരയുന്നവരാരാ? അവരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
നിങ്ങളിൽ ഏറ്റവും അധികം ഈ പ്രവാസ ലോകത്ത് പട്ടിണി കിടക്കുന്നതാരാ? അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളിൽ ആരുടെ കുടുംബത്തിനാണ് ഒരിക്കലും രോഗം മാറാതെ കഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു നിങ്ങളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതൊരു ഖൈറിനാണ്, അതൊരു ബുദ്ധിമുട്ട് മാറാനാണ്, അതൊരു സന്തോഷത്തിനാണ്, അതൊരു ആനന്ദത്തിനാണ്. വഴിയിൽ ഒരു 3 മണിക്കൂർ വാഹനം കേടായി കിടക്കുമ്പോ ബഹുമാനപ്പെട്ട സാബിക്കലി തങ്ങള് അൽഹംദുലില്ലാ ഇന്നലത്തെ രാത്രി മുതൽ ഈ സമയം വരെ ആ തങ്ങളോടൊത്ത് യാത്ര ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഒരു അഹ്ലു ബൈത്തിനോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു അഹ്ലു ബൈത്തിനോട് ചേർന്നിരിക്കാൻ കഴിഞ്ഞല്ലോ. ഒരു അഹ്ലു ബൈത്തിന്റെ തോളത്ത് കൈയിടാൻ പറ്റിയല്ലോ. ആ കൈയൊന്ന് മുത്താൻ കഴിഞ്ഞല്ലോ. ആ തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നീറിപ്പുകയുന്ന പരലോകത്ത് അതുപോലെയുള്ള സയ്യിദന്മാരോടൊപ്പം ഔലിയാക്കളോടൊത്ത് ആരിഫീങ്ങളോടൊപ്പം ജാഹിലീങ്ങളായ നമുക്ക് സ്വർഗം പുൽകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. വഴിയിൽ ഇങ്ങനെ തടസ്സം വന്ന് കിടക്കുമ്പോ സയ്യിദ് വർകൾ പറഞ്ഞതെന്താ? അൽഹംദുലില്ലാ, എന്തെങ്കിലും ഒരു ഖൈറുണ്ടാകും ബാക്കി. എന്തെങ്കിലും ഒരു ഖൈറല്ല, എന്തെങ്കിലും ഒരു ഖൈറല്ല. തോയിഫിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ തടസ്സത്തിന്റെ ബുദ്ധിമുട്ടിന്റെ സന്തോഷം ഞങ്ങൾ അറിയുന്നത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു എത്ര അനുഗ്രഹീതനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിന്റെ പിന്നിൽ റബ്ബ് തരുന്ന ഒരു വലിയ സൗഭാഗ്യമുണ്ടല്ലോ. കാളമ്പാടി ഉസ്താദിന്റെ മക്കൾ അപകടത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ ജാമിഅ നൂരിയയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മക്കൾ മരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദ് ഒന്ന് പൊട്ടിക്കരഞ്ഞില്ല, ഒന്ന് ഞെട്ടി, ആ കണ്ണുകളൊന്ന് നിറഞ്ഞു. പക്ഷേ ക്ലാസ് നിർത്തിയില്ല. മുത്തു ഹബീബിന്റെ ഹദീസിന്റെ മുന്നിൽ എന്റെ മക്കൾ അത്ര ചെറുതാണ്. ആരംഭ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസിന് മുന്നിൽ എന്റെ മക്കളുടെ മരണം എന്നത് വെറും ചെറിയ ഒരു സംഭവം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കിതാബിന്റെ ബാക്കി ഭാഗം പറഞ്ഞു കൊടുത്ത് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോ താരകോടികൾക്കിടയിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ ആ മുഖം പ്രകാശിച്ചത് എന്തുകൊണ്ടെന്നറിയോ? ഇന്നമാ ക്ഷമയുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എണ്ണിയാ തീരൂല. വിശുദ്ധ ഖുർആൻ. ഒന്ന് ക്ഷമിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, എന്റെ കൂട്ടുകാരാണ് ക്ഷമിക്കുന്നവർ. ഞാൻ അവരോടൊപ്പമാണ്. ഒന്ന് സഹിച്ചു നോക്കൂ, ഒന്ന് ക്ഷമിച്ചു നോക്കൂ, ഞാൻ അവരോടൊപ്പമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനായി പറയുന്നത്. പിന്നെന്തിന് നമ്മൾ പേടിക്കണം? ഒരു ബുദ്ധിമുട്ടിലും നിങ്ങൾ ആശങ്കപ്പെടണ്ട. മക്കൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ നെഞ്ചത്തടിക്കണ്ട. അള്ളാന്റെ ഖലാ അത് തടയാൻ ലോകത്തൊരാൾക്കും കഴിയും.
ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾക്കും നാട്ടുകാർക്കും ഒരുപോലെ രക്ഷപ്പെടാൻ കാരണം പ്രവാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മനസ്സിൽ സ്പർശിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഗായകനല്ലേ, യുവഗായകൻ കൊല്ലം ഷാഫിയും സലീം കൊടുത്തൂരും ഒക്കെ, അവരൊക്കെ അവരുടെ പാട്ടിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരുടെ മനസ്സിൽ അവർ തൊടുന്നത് എന്തുകൊണ്ടാണ്? ഗൾഫുകാരന്റെ പാട്ട് പാടുമ്പോഴാണ്. ഷാഫി ഇപ്പോഴും ഞാൻ വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോ ആ കൊല്ലം ഷാഫി പറയലുണ്ട്, ഉസ്താദ് വേദനിക്കുന്ന ഗൾഫുകാരൻ എന്ന കാസറ്റ് ഇറക്കിയപ്പോ അതിൽ നിന്നാണ് പ്രവാസികളുടെ മനസ്സിൽ തൊടേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവൻ പാടിയത് ഞാനിന്നും ഗൾഫിലാണ് അളിയ. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ട് ഹിറ്റായി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ നൊമ്പരം, നിങ്ങളുടെ വേദന, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ അത് അതിനകത്ത് ഒപ്പിയെടുത്തത് കൊണ്ടാണ്. അതിപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വെറും ജനങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പന്തായി പ്രവാസികൾ മാറിപ്പോകരുത്. സങ്കടം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ആ സങ്കടം താങ്ങുന്നതിന് അല്ലാഹുവിനടുത്തരം ഒരു വലിയ പ്രതിഫലം കൂടി കിട്ടണം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. മക്കൾ വാപ്പാന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മക്കൾ കൈപിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ഗൾഫിലാണ്. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഗൾഫിലാണ്. മക്കൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ നിങ്ങൾ ഗൾഫിലാണ്. മക്കള് സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കുമ്പോൾ നിങ്ങൾ ഗൾഫിലാണ്. എത്രയോ ഗൾഫുകാർ പലപ്പോഴും എയർപോർട്ടിൽ വന്നിരിക്കുമ്പോൾ പരിചയപ്പെടുന്ന സഹോദരങ്ങൾ പറയും, മക്കളുടെ കവളത്തും പങ്കുടുത്തിട്ട് സഹിക്കാനാകാതെ എന്റെ പൊട്ടിച്ചിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അത് വെറുതെയാകല്ലേ, ആ ത്യാഗം വെറുതെയാകല്ലേ, ആ കഷ്ടപ്പാട് വെറുതെയാകല്ലേ. ഈ മണ്ണിൽ ഒരു വല്ലത്ത് നമസ്കാരം പോലും ഒഴിവാക്കാതെ, ദിവസം പോലും ഒഴിവാക്കാതെ, സ്വലാത്ത് ഒഴിവാക്കാതെ ഈ പ്രവാസ ജീവിതത്തിന്റെ സങ്കടം കൊണ്ട് അല്ലാഹുവിന്റെ വലിയ നേടുന്ന എന്റെ പ്രിയപ്പെട്ടവരെപ്പോഴ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവ്വലു മൻ യുദാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭയം നിറച്ച ജനങ്ങളെല്ലാം നിന്ന് കരയുമ്പോ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കപ്പെടുന്ന മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹ് പറയും, മലക്കുകളെ, ആ വിഭാഗത്തെ അവിടെ നിർത്തി വിയർപ്പിക്കണ്ട, അവിടെ നിർത്തി കഷ്ടപ്പെടുത്തിക്കണ്ട. അവര് പൊട്ടിക്കരയുന്നത് സഹിക്കാൻ വയ്യ, അവര് നിലവിളിക്കുന്നു, അവര് വിയർത്തൊഴുകുന്നു, അവര് പകർന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ ആദ്യം അവർക്ക് വിചാരണ നടത്തി കൊടുക്കുക. മലക്കുകൾ പോയിട്ട് അവരെ വിളിക്കുന്നു. ആ ഭാഗ്യവാന്മാരായ ആദ്യത്തെ വിഭാഗമാരെന്നറിയും, ആദ്യത്തെ വിഭാഗമാരെന്നറിയും ഖിയാമത്ത് നാളിൽ വിളിക്കുന്ന ഒന്നാമത്തെ വിചാരണയ്ക്ക് വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലദീന യുഹ്മിദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ. ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ എന്ന വാക്ക് പറയുന്നവർ. ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ, അത് വെറുതെ പറയലാവരുത്, വെറുതെ പറയലാവരുത്. ഈ ഗൾഫിലൊക്കെ പോയിട്ട് നാട്ടിൽ വരുന്നവർക്ക് ചില അറബി വാക്കുകൾ വെറുതെ കിട്ടുന്നതാണ്. നിസ്കാരവും നോമ്പൊന്നും കാണൂല, എന്നാലും എപ്പോഴും മാഷാ അല്ലാഹ് ഈ പരിപാടിയാണ്. അറബികൾക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമായി. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ആ വണ്ടി, സൗദിയെ പൗരൻ അറബി വണ്ടി ഓടിച്ചിരുന്നപ്പോ അയാൾ ആദ്യം പതുക്കെ ഓടിച്ചത്. അപ്പോ ശംഷാദ് സലീം പുറകെ കൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാഹ് അന്ത കോയിസ്, ഒറ്റ വലിയ പിടി അല്ലാഹു. പിന്നെ എപ്പോ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ മതി. ഇത് അവർക്ക് വലിയ ഇഷ്ടം ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് വെറും ദിക്റാകരുത്, വെറുതെ ഒരു അഭിനയം അങ്ങനല്ല. മനസ്സിൽ തട്ടി പറയണം, മനസ്സിൽ തട്ടി പറയണം. അല്ലാഹുവിന് ഇഷ്ടമാണ് ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. പറയാൻ തോന്നൂല നമുക്ക് ആദ്യം, പക്ഷെ പറയണം. ഒരു അത്യാവശ്യ കാര്യത്തിൽ ഇറങ്ങി പോകാൻ നേരത്ത് പിന്നെ വാഹനത്തിന് ടയർ പഞ്ചറായിട്ടിരുന്ന നിങ്ങൾ അൽഹംദുലില്ലാ പറയോ? ചിലപ്പോഴേ പറയോ. എന്താ പറയുക, മുടിഞ്ഞ കമ്പനിയും മുടിഞ്ഞ ടയറും മുടിഞ്ഞ വണ്ടിയും പറഞ്ഞിട്ട് ആകെ പ്ലാവി നാശം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോകും. ആദ്യം ഒരു വിഷമം തോന്നിയാലും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണം അതിലേക്ക്. അൽഹംദുലില്ലാ. നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിയാരുടെ പേര് തന്നെ അൽഹംദുലില്ലാ മുസ്ലിയാർ. വർക്കല തീരപ്രദേശത്ത് ഉള്ള സഹോദരൻ. അദ്ദേഹം ഈ പേര് ഫേമസ് ആയത് അദ്ദേഹം ജോലി ചെയ്ത മഹലിലെ സെക്രട്ടറിക്ക് ഉമ്മയെ വലിയ ഇഷ്ടമാണ്. അപ്പൊ സെക്രട്ടറിയുടെ ഉമ്മ മരിച്ചപ്പോ സെക്രട്ടറി എന്ന് പറഞ്ഞ എന്റെ ഉമ്മ മരിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാ
അന്ന് പിരിച്ചുവിട്ടതാ മുസ്ലിയാർ. അതോടുകൂടി മുസ്ലിയാർക്ക് അൽഹംദുലില്ലാ മൊയ്ലാരെന്ന് പേര് വീണു. അപ്പൊ ഇത് നമ്മുടെ സംഭവം, ഇതൊരു നടന്ന സംഭവമാണെങ്കിൽ പോലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും സന്തോഷത്തിലും അൽഹംദുലില്ലാ പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്. ഈസാ നബിയുടെ ഒരു സംഭവം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന ഈസാ അലൈഹിസ്സലാം മർറ ബിറജ്ലിൻ അഅമ അബ്റസ്. ഗസാലി ഇമാമിന്റെ മനോഹരമായ വാക്കുകൾ, ഇഹ്യാ ഉലൂമുദ്ദീന്റെ വിലപ്പെട്ട രേഖകൾ. ഈസാ നബി അലൈഹിസ്സലാം അന്ധനായ കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. മർറ ബിറജ്ലിൻ അഅമ, അന്ധനായ മനുഷ്യന്റെ അരികിലൂടെ ഈസാ നബി നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് കുഷ്ഠരോഗമാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. ഗൾഫുകാര് എന്നും ഗൾഫുകാര് നാട്ടിൽ വരുമ്പോ അവസാനം വലിയ രോഗങ്ങൾ മാത്രം ബാക്കിയാകുന്നു. അല്ലാഹുവേ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന കസേരയിൽ എല്ലാം കഷ്ടപ്പെട്ട് നിർമ്മിച്ച് മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും ഉണ്ടാക്കി കൊടുത്ത് അവസാനം ഒന്നും കഴിക്കാൻ കഴിയാതെ കുറെ ഗോതമ്പ് മാത്രം കഴിച്ച് ഷുഗറിനും പ്രഷറിനും മരുന്ന് കഴിച്ച് വീടിന്റെ കോലായിരിക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരു പേക്കോലമായ എന്റെ പ്രവാസികളെ നിങ്ങൾ ദുആരക്കണേ. അല്ലാഹുവിനെ കൈവടിയില്ലേ. ഗൾഫുകാർക്ക് വലിയ രോഗങ്ങളാണ് നല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വലിയ രോഗങ്ങളാണ് പടച്ചോന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുഷ്ഠരോഗം പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ഗൾഫുകാരൻ 7 പെങ്ങന്മാരെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടത് ഗൾഫിൽ നിന്നാണ്. പറയുമ്പോ എന്തെളുപ്പമാണ്. 7 പെങ്ങന്മാരെ നിക്കാഹ് കഴിപ്പിക്കാൻ എത്ര പ്രയാസമാണ്. എത്ര പൊന്നു വേണം, എത്ര പണം, എത്ര സ്വത്ത് വേണം. 7 പെങ്ങന്മാരെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടു. തന്റെ പൊന്നുമോളെ നിക്കാഹം നടത്തി കൊടുത്തു. തന്റെ പൊന്നുമോനെ ഒന്ന് ഗൾഫിൽ വിട്ടിട്ട് വിശ്രമിക്കണമെന്ന് തീരുമാനിച്ച ചിന്താശക്തിയുള്ള പ്രിയപ്പെട്ട ഗൾഫുകാരൻ ഇനിയെങ്കിലും നാട്ടിൽ ജീവിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്. ആ പ്രിയപ്പെട്ട കിടക്കുന്നത് RCCയിലാണ്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കിടക്കുന്നത് RCCയിലാണ്. അല്ലാഹു ഈമാനുള്ള മരണം കൊടുക്കട്ടെ. ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കഴിയാത്തത് ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് ഡോക്ടർമാര് വിധിയെഴുതിയ ആ പ്രിയപ്പെട്ട സഹോദരന് 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ക്യാൻസറാണ്. 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ക്യാൻസർ. തൊലിപ്പുറത്തൊരു കുമിള പോലെ വരും. പുതിയ ക്യാൻസറാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തൊലിപ്പുറത്തൊരു കുമിള പോലെ വരും. അത് പൊട്ടി വ്രണം വരും. അത് അകത്ത് ക്യാൻസർ ഇല്ല, തൊലിയുടെ പുറത്തു മാത്രം ക്യാൻസർ. ആ സഹോദരന്റെ കണ്ണിന്റെ പോളയിൽ ഈ പ്രിയത്തിന്റെ ഭാഗത്ത് ചെറിയ കുമിള വന്നിട്ട് ആ ക്യാൻസർ പടർന്നു പിടിച്ചു. സഹോദരൻ ഇപ്പം മരണക്കിടക്കയിലാണ്. അല്ലാഹു ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. ഒറ്റ ദിവസം സന്തോഷത്തോടെ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആ കൂട്ടുകാരൻ പറഞ്ഞത്. ഒറ്റ ദിവസം ഗൾഫ് ജീവിതം നിർത്തി സമാധാനത്തോടെ വീട്ടിൽ നിൽക്കണമെന്ന് ആലോചിച്ചപ്പോ അല്ലാഹു എനിക്ക് ഈ രോഗം തന്നു. എന്റെ പൊന്നാരു ഉസ്താദേ, മക്കളൊക്കെ വലുതായി, സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്കൊരു ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അല്ലാഹു നമ്മളെപ്പോലെ ഗൾഫ് രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജനങ്ങൾ വെറുക്കുന്ന രോഗം അത് വല്ലാത്ത പ്രയാസമാണ്. മക്കളും വെറുക്കും. ഒരു ശരീരത്തിൽ ഒരു ദുർഗന്ധം വന്നാൽ ആരും ഉണ്ടാവൂല കൂടെ. ആരാണ് കൂടെ ഉണ്ടാവുക? മക്കളും കുടുംബക്കാരും ഒക്കെ ഇന്ന് ഒരു ജനറേഷൻ, പുതിയ ജനറേഷന്റെ സ്നേഹമാണ് അവർക്കുള്ളത്. അവര് പറയുന്ന ഒരു സാധനം വാങ്ങാതെ നാട്ടിലേക്ക് പോയാൽ തന്നെ അവര് വെറുക്കുകയാണ്. പിന്നെയാണോ നിങ്ങൾ ദുർഗന്ധമുള്ള ശരീരമായിട്ട് കിടന്നാൽ നിങ്ങളെ നോക്കാൻ അവര് വരിക? എന്റെ അറിവിൽ അങ്ങനെ അത്രത്തോളം സ്നേഹം കാണിച്ച് നോക്കിയ കുടുംബക്കാരൊന്നും എന്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ആ നാട്ടിലുള്ള മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി നിങ്ങളിവിടെ കഷ്ടപ്പെടുമ്പോൾ നിസ്കാരം നിങ്ങൾ ഒഴിവാക്കേണ്ട. ലാസ്റ്റ് പടച്ചോനെ ഉണ്ടാവുള്ളൂ. അത് ആദ്യം നിങ്ങൾ ഓർമ്മിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. എന്നിട്ട് മതി ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ. എങ്കിലേ നമ്മുടെ ആഖിറത്തിൽ എന്തെങ്കിലും കയ്യിലുണ്ടാവുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് അവസാനിക്കും. സർവശക്തൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഖദ് തനാസറ ലഹ്മുഹു മിനൽ ജുദാം. ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ആ കുഷ്ഠരോഗം കൊണ്ട് ശരീരത്തിന്റെ മാംസം അടർന്നു വീണു പോവുകയാണ്.
കുഷ്ഠരോഗം കൊണ്ട് മാംസം അടർന്നു വീണു പോവാൻ. ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിരുന്നു. ആ മനുഷ്യന്റെ കാതുകളിലേക്ക്, ആ മനുഷ്യന്റെ ചുണ്ടിലേക്ക് ഈസാ നബി തന്റെ കാതുകൊണ്ട് വെച്ചപ്പോ ആ മനുഷ്യൻ പറയുന്നത് എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ പറയുന്നത് അൽഹംദുലില്ലാഹ്. ആരോഗ്യം തന്നവര്, ആഫിയത്ത് തന്നവര്, സമ്പത്ത് തന്നവര്, വീട് തന്നവര്, സന്തോഷം തന്നവര്, ഒരൽഹംദുലില്ലാഹ് പടച്ചവൻ എന്ന് പറയാൻ നിനക്ക് സമയം കിട്ടിയോ? ഒരൽഹംദുലില്ലാഹ് പറയാൻ നിനക്ക് സമയം കിട്ടിയോ? ഈസാ നബി കണ്ട കുഷ്ഠരോഗിയായ മനുഷ്യന്റെ നാമം അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാ ബിഹി കസീറൻ മിൻ ഖൽഖിഹി. അല്ലാഹുവേ, ഞാനല്ലാത്ത ഒരുപാട് അടിമകൾക്ക് നീ കൊടുത്ത രോഗം എനിക്ക് തന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ്. ഈസാ നബി പറയുകയാണ്, നിനക്ക് അല്ലാഹു മറ്റുള്ളവർക്ക് കൊടുത്ത രോഗം തന്നില്ല എന്ന് പറയുമ്പോ എന്ത് രോഗമാണ് അവർക്ക് കൊടുത്തത്? ഈസാ നബിയോട് ആ മനുഷ്യൻ പറയുന്നു, അവർക്കൊക്കെ അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് ചെറിയ അസുഖം വരുമ്പോഴും അവർ അല്ലാഹയെ കുറ്റപ്പെടുത്തുകയാണ്, ചെറിയ രോഗം വരുമ്പോഴും അവർ അല്ലാഹയെ കുറ്റപ്പെടുത്തുകയാണ്. എനിക്ക് പരാതിയില്ല, മഅരിഫത്തുണ്ടല്ലോ, എന്റെ മനസ്സിൽ മഅരിഫത്തുണ്ടല്ലോ, ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം അല്ലാഹു എനിക്ക് തന്നല്ലോ. എന്റെ പടച്ചവനോട് എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടല്ലോ, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിവുണ്ടല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പരലോകത്ത് ആദ്യം വിളിക്കപ്പെടുന്നത് അവരെയാണ്. പൊരിവെയിലത്ത് കഷ്ടപ്പെട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി സ്തുതി പറയുന്നവരെ അല്ലാഹു ആദ്യം വിളിച്ച് വിചാരണ നടത്തുന്നതാണ്. മുത്ത് റസൂൽ പറയുന്ന മറ്റൊരു ഹദീസ് ജിദ്ദയിലെ എന്റെ സഹോദരങ്ങൾക്ക് കേൾക്കണമോ? അജബല്ലി അംറിൽ മുഅ്മിൻ, അജബല്ലി അംറിൽ മുഅ്മിൻ, അജബല്ലി അംറിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഒരു വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വിശ്വാസിയുടെ കാര്യമാണ് മഹാത്ഭുതം. നാടകവും അഭിനയവുമല്ല. ഹജ്ജിന് പോയിട്ട് നാട്ടിൽ വന്ന് വീമ്പിളക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. സ്വതക്ക ചെയ്തിട്ട് നാട്ടിൽ വന്ന് വീമ്പിളക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്, ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും ഇയാൾ വലിയ ദീനി പ്രവർത്തകനാണെന്ന് അംഗീകരിക്കണം. അയാളുടെ മോൾക്ക് ആലോചന വന്നിട്ട് കല്യാണം മുടങ്ങിപ്പോയതിന്റെ പ്രധാന കാരണം മരുമകനായി വരുന്ന ഭർത്താവിന്റെ കുടുംബക്കാരെ അദ്ദേഹം കിസ് പ്രോഗ്രാം നടത്തിയിട്ട് പരിശോധന നടത്തുന്നു. നിബിതങ്ങൾ എത്ര വയസ്സിൽ വഫാത്തായി, നിബിതങ്ങൾക്ക് എത്ര ഭാര്യമാർ, നിബിതങ്ങൾ എവിടെ ജനിച്ചു, ഇതൊക്കെ ചോദിച്ചിട്ട് അതിന് മറുപടി പറയുന്നവർക്കാണ് മോളെ കെട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ജനങ്ങളെ കളിയാക്കി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളെ പെണ്ണ് കാണാൻ വന്ന ആ ഭർത്താവാകാൻ പോകുന്ന മകനെയും ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരെ അദ്ദേഹം പരീക്ഷിച്ചത്, ഭർത്താവിന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനെ വിളിച്ചു ചോദിച്ചു, നിന്റെ പേരെന്താണോ? എന്റെ പേര് ഇബ്രാഹിം. ആ സൂറത്ത് ഇബ്രാഹിം എന്ന് ഓതിയെ. അപ്പൊ അവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു സൂറത്ത് ബക്കറെങ്ങാനായിരുന്നു പേരെങ്കിൽ പെണ്ണ് പ്രസവിച്ചാൽ അവ ഓതി തീരില്ല. പക്ഷെ അവൻ ഹാഫിളായിരുന്നത് കൊണ്ട് അവൻ ഓതി. രണ്ടാമത്തവൻ വന്നു, നിന്റെ പേരെന്താടാ? എന്റെ പേര് മുഹമ്മദ് യൂസുഫ് എന്ന്. ആ സൂറത്ത് യൂസുഫ് എന്ന് ഓതിയെ. അവനും ഹാഫിളായിരുന്നു, അവൻ ഓതി. മൂന്നാമത്തവൻ അകത്ത് തന്നെ കയറുന്നില്ല. കാരണം എന്താ? മദ്രസയിൽ പോയിട്ടില്ല. അവന് വാപ്പ പേരിട്ടിരിക്കുന്നത് യാസീൻ എന്ന. ഇതുവരെ കണ്ടിട്ടില്ല അവൻ യാസീൻ. ആചാര്യ വിളിച്ചു, നിന്റെ പേരെന്താടാ? എന്റെ പേര് മുഹമ്മദ് യാസീൻ എന്നാണ്. പക്ഷെ നാട്ടിൽ എല്ലാരും വിളിക്കുന്നത് കുൽഹു അല്ലാഹു കുൽഹു അല്ലാഹു എന്നാണ്. കാരണം എന്താണെന്നറിയോ? യവൻ കരുതിയത് ഇങ്ങനെ പറയുമ്പോ ഇയാളിന് കുൽഹു അല്ലാഹു ഓതാൻ പറഞ്ഞ അത്ര ഉപകാരമാവുമെന്ന് കരുതിയിട്ട. ചില ആളുകൾക്ക് ഇങ്ങനെ ഇതൊരു പ്രകടനമാണ്. മനസ്സിൽ ഈമാനൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സിൽ ഇസ്ലാമിയത്തൊന്നുമില്ല, വെറുതെ ഒരു അഭിനയം മാത്രമാണ്. അങ്ങനെ ആവരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അജബല്ലി അംറിൽ മുഅ്മിനി, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം. എന്തേ കാരണം? അവൻ അല്ലാഹു, ഇപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കഫീൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി പറയുന്നു, നിനക്ക് അടുത്ത മാസം മുതൽ ഒരു 500 റിയാൽ ശമ്പളം കൂടുതൽ തരാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാഹ്, ഇതേ അറിയാൻ നിങ്ങളെടുത്ത് വന്നിട്ട് പറയുന്നു, ഒരു 500 റിയാൽ അടുത്ത മാസം മുതൽ നിനക്ക് കുറച്ചേ തരുന്നു.
നിന്നെ കുരുകൊണ്ട് പോടാ ശൈത്താൻ എന്ന് പറയരുത്. അൽഹംദുലില്ലാ എന്ന് ആദ്യം പറയണം. മനസ്സിന് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, എങ്കിലും ഈ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് നഷ്ടപ്പെടുന്ന 500 പകരം അള്ളാഹു 2500 തിരിച്ച് പിന്നീട് തരും. അത് അള്ളാഹു അല്ലേ തരുന്നത്. കഫീലിലൂടെയാണ്, യജമാനിലൂടെയാണ്, മുതലാളിയിലൂടെയാണ്, എങ്കിലും റബ്ബാണ് തിരിച്ചു തരുന്നത് എന്ന ബോധം നമുക്ക് വേണം. നാട്ടിൽ ഫോൺ വിളിക്കുമ്പോഴും അങ്ങനെ, ഭാര്യ പറയുമ്പോ, കുടുംബക്കാര് പറയുമ്പോ, എത്ര പ്രയാസം വന്നാലും അൽഹംദുലില്ലാ, എത്ര സങ്കടം വന്നാലും അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഫതഹുൽ മൗസിലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ പഠിച്ചുകൊള്ളുക. സൂഫി നവോമണ്ഡലത്തിലെ പ്രകാശം ഫതഹുൽ മൗസിലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ അനുചരന്മാരോട് പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യ എനിക്ക് അല്ലാഹു തന്നതാണ്. ഒരു സ്വാലിഹത്തായ ഭാര്യ എനിക്ക് അല്ലാഹു തന്നതാണ്. ഫതഹുൽ മൗസിലി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വർഷങ്ങളോളം കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കളെ നോക്കാനുള്ളവരാണ്, അവരെ പഠിപ്പിക്കാനുള്ളവരാണ്, അവർക്ക് സന്തോഷം കൊടുക്കാനുള്ളവരാണ്. അവർക്ക് മാരക രോഗം കൊടുക്കല്ല അല്ലാ, അവർക്ക് മാരക രോഗം കൊടുക്കല്ല അല്ലാ. ഫതഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭാര്യയുടെ ശരീരം നിറച്ച് വ്രണങ്ങൾ വന്നു. അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനമാണ്. തളർന്നുപോയ ശരീരവുമായി കിടക്കുന്ന ഭാര്യയുടെ അരികിലേക്ക് ഒരു ദിവസം ഞാൻ ചെന്നു. എനിക്ക് കരച്ചിൽ വന്നു. എന്റെ ഭാര്യയെ കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞപ്പോ വല്ലഹിക്കത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പുഞ്ചിരിച്ചു. ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നിനക്ക് വേദനയില്ലേ? നിനക്ക് വേദനയില്ലേ? നിന്റെ ശരീരം ഇങ്ങനെ രോഗം കൊണ്ട് അല്ലാഹു കഷ്ടപ്പെടുത്തും. പെണ്ണേ, നിനക്ക് വേദനയില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ജില്ലയുടെ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന സ്ക്രീനിലൂടെ ഈ പ്രോഗ്രാം സ്നേഹസമ്പന്നരായ പെങ്ങളെ, സ്നേഹസമ്പന്നരായ പെങ്ങളെ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ? അല്ലാഹു ആഫിയത്ത് തന്നില്ലേ? അല്ലാഹു സുഖം തന്നില്ലേ? അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യം തന്നില്ലേ? അതിന് പകരം നിന്റെ പടച്ചവൻ എന്തു കൊടുത്തു പെങ്ങളെ? ഈ പ്രിയപ്പെട്ട സഹോദരൻ ഫതഹുൽ മൗസിലി പറയുകയാണ്, എന്റെ ഭാര്യ എന്നോട് പറയുന്നു, നിനക്ക് വേദനയില്ലേ എന്ന് ഞാൻ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതെന്തെന്നറിയാം? അല്ലാഹുവിന്റെ ഈ രോഗവും ഈ കഷ്ടപ്പാടും എനിക്ക് തരുമ്പോൾ അതിന് ഞാൻ സഹിക്കുന്നത് കൊണ്ട് എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ. എനിക്ക് അല്ലാഹു ഈ രോഗത്തിന് പകരം തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ മനസ്സിന്റെ സങ്കടം മാറുകയാ, എന്റെ നൊമ്പരം മാറുകയാ. എന്റെ ജിദ്ദയിൽ വന്ന പ്രവാസികളെ, ഇന്നിവിടെ ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ദുആ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. മുത്ത് റസൂൽ ചൊല്ലാൻ പറഞ്ഞ ഒരു ദുആ, കഷ്ടപ്പാടിന്റെ നെരിപ്പോടിന്റെ നൊമ്പരത്തിന്റെ സങ്കടത്തിന്റെ പടിയിലേക്ക് കാലെടുത്ത് പ്രവാസികളെ, ജിദ്ദയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വാ ബീവിയുടെ ഓർമ്മകൾ, ആദം അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ ജിദ്ദയുടെ മണ്ണിനെ പുളകം കൊള്ളിക്കും. അവിടെ ചവിട്ടി നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തന്നവരെ, അല്ലാഹു ഭാഗ്യം തന്നവരെ. മുത്ത് റസൂൽ വകാന യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ബുദ്ധിമുട്ടിന്റെ സമയത്ത്, ഒരു രോഗത്തിന്റെ സമയത്ത്, ഒരു പ്രയാസത്തിന്റെ സമയത്ത്, ഒരു സന്ധിയുടെ സമയത്ത് ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ ഒരു ദുആ ചൊല്ലിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദുആ ചൊല്ലിയിരുന്നു. ആ ദുആ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു. ഭാര്യമാരോട് ചെല്ലാൻ പറയലല്ല, പ്രവാസികളെ നിങ്ങൾ ചൊല്ലുക, ചെറുപ്പക്കാരാ നിങ്ങൾ ചൊല്ലുക, ഗൾഫുകാരാ നിങ്ങൾ ചൊല്ലുക. ആ ദുആ കൊണ്ട് അല്ലാഹു നിങ്ങൾക്കൊരു വലിയ നേട്ടമാണ് തരുന്നത്, വലിയ നേട്ടമാണ് തരുന്നത്.
പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെട്ടു പോയി. വീണ്ടും ഒരു 4 വർഷം ഞാൻ പൊട്ടിക്കരഞ്ഞു, അല്ലാഹുവേ വീണ്ടും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോ അല്ലാഹു തന്ന കുഞ്ഞുണ്ടല്ലോ, മക്കളെ മടിയിലിരുത്തിയിട്ട് ആ മക്കൾക്ക് മുത്തം കൊടുക്കുന്ന, ആ മക്കൾക്ക് മുത്തം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഴിഞ്ഞ് വീണ്ടും ഒരു മോളെ എനിക്ക് അല്ലാഹു തന്നു. ഉസ്താദൊന്ന് വരും, ആ വാഹനത്തിൽ എന്റെ പൊന്നുമോളെ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്. 2 കൈയും 2 കാലും കെട്ടി. 11 വയസ്സുകാരൻ, സംസാരിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ അറിയില്ല, സ്നേഹമില്ല. കൈയടിച്ചു വിട്ട സീറ്റ് വലിച്ചു കീറുകയാണ്, കയ്യിൽ കൈയെടുത്ത് ചെയ്യുകയാണ്. അതുകൊണ്ട് ഉസ്താദേ, നിങ്ങൾ പോകുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസിൽ എന്റെ പൊന്നുമോളെ ഒന്ന് മരിപ്പിക്കണേ എന്ന് നിങ്ങളൊന്ന് ദുആരക്കണേ, നിങ്ങളൊന്ന് ദുആരക്കണേ. സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ കുഴവരെ സമാധാന വാക്ക് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഹദീസ് പറയുമ്പോ, ആയത്ത് പറയുമ്പോ പെങ്ങൾ പൊട്ടിക്കരയുകയാണ്. 11 വർഷം കൊണ്ട് നോക്കുകയാണ്, ഇനി എനിക്ക് എന്റെ പൊന്നുമോളെ വേണ്ട, ആ പൊന്നുമോള് മരിക്കണമെന്ന് നിങ്ങളൊന്ന് ദ്വാരക്കണം. അല്ലാഹുവേ, ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലോ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗം മാറണേ അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ജിദ്ദയിൽ വന്ന ബിസിനസ്സുകാര്, കച്ചവടക്കാര്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവര്, ഒരു കാര്യം നിങ്ങളോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഒറ്റ കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട്, ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തി വെച്ച 2ാമത്തെ ഓപ്ഷനിലേക്ക് ഞാനൊന്ന് കടന്നു വരികയാണ്. മലപ്പുറം ജില്ലയുടെ കരിങ്കല്ലത്താണിയിൽ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളുടെ മനസ്സിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് പറയുന്നത് അവിടുത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത തീർത്തു കൊടുക്കാറില്ല, അങ്ങനെ 50-50 പൈസ വാങ്ങിയിട്ട് ബാക്കവിയുടെ കട്ടപ്പാട് മാറ്റാനല്ല. നിങ്ങളൊക്കെ പറയുമല്ലോ, എത്രയോ ഗൾഫുകാര്, എത്രയോ പ്രവാസികള് യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ ഈ പാവപ്പെട്ട നൗഷാദ് വാക്കയെ കുത്തി നോവിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും വേദനിക്കൂല ചെറുപ്പക്കാരാ, എന്റെ നെഞ്ചത്ത് കയറി നിന്ന് ചവിട്ടിയാലും എനിക്ക് വേദനിക്കൂല. 1 മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറഞ്ഞു വാങ്ങുന്ന പ്രവാചകനാണ്, കിടക്കാൻ കൊട്ടാരങ്ങൾ കൊടുക്കാൻ ആവശ്യപ്പെടുന്ന പ്രവാചകനാണ്, ചെക്കെഴുതി ഒപ്പിട്ട് കൊടുക്കാറ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത പ്രവാചകനാണ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാൽ, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു 35 രൂപയുടെ കിതാബ് വേണം ബാപ്പാ എന്ന് പറയുമ്പോൾ 3 മാസം വരെ ജോലിക്ക് പോയിട്ട് ഒരു 35 രൂപയുടെ മീസാൻ എന്ന കിതാബ് വാങ്ങിത്തരാൻ കഴിവില്ലാത്ത വാപ്പയുടെ പൊന്നുമോനാണ് നൗഷാദ് വാക്കവി. എന്റെ ജിദ്ദയിലുള്ള സഹോദരങ്ങളോട് പറയാണ്, മരിക്കുന്നതുവരെ ഈ ശബ്ദം വില പറഞ്ഞിട്ട് എന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഞാൻ ചെലവഴിക്കൂല. ഇങ്ങനെ ശബ്ദം ചെലവഴിച്ചിട്ട് എന്റെ ഭാര്യക്ക് ജീവിക്കണ്ട, എന്റെ മക്കൾക്ക് ജീവിക്കണ്ട, അതിന് വില പറഞ്ഞ് മണിക്കൂറുകൾക്ക് റേറ്റ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ ഇത് സർക്കസ് അല്ല, ഇത് നാടകമല്ല, ഇത് അഭിനയമല്ല. എന്റെ സഹോദരങ്ങളെ, ഞാൻ മനസ്സു തുറന്ന് പറയുകയാണ്, എനിക്ക് സ്ഥാപനങ്ങളില്ല, എനിക്ക് അറബി കോളേജുകളില്ല, എനിക്ക് യതീംഖാനകളില്ല,
സ്ഥാപനങ്ങളില്ല, എനിക്ക് പള്ളികളില്ല, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നതെന്തിനെന്നറിയുമോ? കണ്ണുനീരോടെ പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വിട്ടതാണ്, മോനെ ഒന്ന് പോയിട്ട് വരുവോ, അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊന്ന് പറയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തെറ്റിദ്ധരിക്കല്ലേ, ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെ വേദനിക്കൂല. എന്റെ നാട്ടിലെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങൂല. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഗൾഫുകാരെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രവാസികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന രണ്ടാമത്തെ ആവശ്യം എന്തെന്നറിയോ? പാണക്കാട് ശിഹാബ് തങ്ങളുടെ സൗധം എന്ന പേരിൽ ഒരു വലിയ ബിൽഡിംഗ് മലപ്പുറം ജില്ലയുടെ കരിങ്കല്ലത്താണിയിൽ ഉമർ അലി ശിഹാബ് തങ്ങൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എന്ന പേരിൽ ഒരു 100 മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ, ഒരു 100 മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഒരു 100 മക്കൾക്ക് വസ്ത്രം ധരിക്കാൻ, ഒരു 100 മക്കൾക്ക് ഹാഫിളാകാൻ, ഒരു 100 മക്കൾക്ക് സന്തോഷത്തോടെ ഖുർആൻ ഓതാൻ ഒരവസരം അൽഹംദുലില്ലാഹ് മലപ്പുറം ജില്ലയിൽ നടക്കാൻ പോവാണ്. അവിടെയുള്ള സ്ഥാപനത്തിൽ ഏറ്റവും വലിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് മനോഹരമായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ വല്ലാത്ത പവറുള്ള തങ്ങളാ, വല്ലാത്ത അത്ഭുതമുള്ള തങ്ങളാ, മോശമല്ല. ആ പേരിട്ട സ്ഥാപനങ്ങൾക്ക് പോലും കറാമത്താണ്, ആ പേരിട്ട സ്ഥാപനങ്ങൾക്ക് പോലും കറാമത്താണ്. നിങ്ങൾക്കറിയോ, ഇന്നലെ തമാമില് പാവപ്പെട്ട പ്രവാസികൾ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ തരാറൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഞാൻ നടത്തുന്ന സ്ഥാപനമല്ല, പക്ഷെ അതിന്റെ സംഘാടകരെ കണ്ടപ്പോ മനസ്സലിഞ്ഞു പോയി. സമസ്തയുടെ മുശാവർ അംഗമായ പാവപ്പെട്ട ആലിപ്പറമ്പ് ഉസ്താദിനെ പോലെയുള്ള വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച ശ്വാസം മുട്ടും ചുമയും കൊണ്ട് നടക്കാൻ കഴിയാത്തവർ ഇതിനു വേണ്ടി ഓടുന്നവരെന്തിനെന്നറിയോ? അവര് മരിക്കുമ്പോ അവർക്കൊരു ദുആ കിട്ടണ്ടേ? പ്രിയപ്പെട്ടവരെ, പാറന്നൂർ ഉസ്താദിന്റെ മയ്യത്ത് നിസ്കരിച്ചത് 20 പ്രാവശ്യമാണ്. പാറന്നൂർ ഉസ്താദിന്റെ മയ്യത്ത് നമസ്കരിച്ചത് 20 പ്രാവശ്യമാണ്, ഒന്നും രണ്ടുമല്ല, 20 പ്രാവശ്യം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിക്കുമ്പോ ഒരു മുത്തല്ലിമ കാണുമോ, ഒരു ആഫിദ് കാണുമോ, ഒരു വലിഹി കാണുമോ, ഒരു ആരിഫ് കാണുമോ അറിയില്ല. സാബിക്കലി തങ്ങളോട് ഒട്ടിച്ചേർന്നുകൊണ്ട് വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരെന്തിനാ? മരിച്ചെന്നറിയുമ്പോ ആ പാവപ്പെട്ട സുഹൃത്തായ, ആ പാവപ്പെട്ട സയ്യിദായ പ്രിയപ്പെട്ട സാബിക്കലി തങ്ങള്, അല്ലാഹുവേ പാവമായിരുന്നു പുറത്തു കൊടുക്കണേ എന്നൊരു വാക്ക് പറയുമ്പോ എന്റെ ഖബർ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുമല്ലോ, എന്റെ ഖബർ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുമല്ലോ. അതല്ലാതെ നോട്ടുകെട്ടുകൾക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ചിന്തിക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടി വേദനയോടെ പറയുകയാണ്. ഇന്ന് ആ സ്ഥാപനത്തിന്റെ അവസ്ഥ കാണുമ്പോ സങ്കടമാണ്. പട്ടിണി കിടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, പണിതീരാതെ പട്ടിയും പൂച്ചയും കയറി കിടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അതിന്റെ പേര് ശിഹാബ് തങ്ങളെന്നോ അതിന്റെ പേര് ഉമർ അലി തങ്ങളെന്നോ സഹിക്കാൻ പറ്റൂല പ്രവാസികളെ, സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പേരിനോടുള്ള മഹബത്ത് കൊണ്ട്, ആ ഹിഫ്ദിനോടുള്ള മഹബത്ത് കൊണ്ട്, ആ ഖുർആനിനോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങൾ മരണപ്പെട്ടാൽ ആരും വന്നില്ലെങ്കിൽ വേണ്ട പടച്ചവനെ, ആ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട മക്കള് 24 മണിക്കൂറും കണ്ണു വെച്ചിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ പുണ്യം കിട്ടാൻ, ഖുർആനിന്റെ പുണ്യം കിട്ടാൻ, ഖുർആനിന്റെ പുണ്യം കിട്ടാൻ, അതിനുപരി അതിനു പകരം എനിക്ക് തരാനുള്ളത് ദുആ മാത്രമാണ്, വേറൊന്നുമില്ല പകരം തരാൻ. എവിടെയൊക്കെ അത് പറഞ്ഞാലും അവിടെയൊക്കെ ദുആ. ഈ റമദാനിൽ 4 നോമ്പ് തുറക്കാൻ ഭാഗ്യം കിട്ടിയത് മസ്ജിദുൻ നബവിയുടെ റിയാദുൽ ജന്നയിലാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ സൗഭാഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. 3 മണിക്ക് ഇരുന്നിട്ട് തറാവീ കഴിയുന്നത് വരെ അവിടെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു, അൽഹംദുലില്ലാഹ്. അതുപോലെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ദ്വാരക്കാം. വ്യാഴാഴ്ച മദീനത്ത് പോവുകയാണ്, വ്യാഴാഴ്ച മദീനത്ത് പോവുകയാണ്. ഉമർ ഖാദിയുടെ ബൈത്ത് പാടി, ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ പാടി, പകൽ മുഴുവനും എന്റെ മുത്തിന്റെ ചാരത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി മറക്കാതെ ദ്വാരക്കും ഉറപ്പാണ്, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് ഒരാൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് 1 ലക്ഷം രൂപ ആ സ്ഥാപനത്തിന് വേണ്ടി ഉസ്താദെ ഞാൻ വാഗ്ദാനം തരികയാണ്.
ഉസ്താദെ ഞാൻ വാഗ്ദാനം തരികയാണ്, ഇൻഷാ അല്ലാഹ് എന്റെ റൂഹുള്ളിടത്തോളം കാലം ആ സഹോദരനെ ഞാൻ മറക്കൂല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്നും ദുആ ഉണ്ടാവും. വേറൊന്നും പകരം തരാനില്ല. ആ സ്ഥാപനത്തിന്റെ പട്ടിണി മാറ്റാൻ, അതിന്റെ കഷ്ടപ്പാട് മാറ്റാൻ, ആ തങ്ങന്മാരുടെ പേരിട്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ നൊമ്പരം മാറ്റാൻ ഒരാൾ തന്റെ ബിസിനസിന്റെ, തന്റെ കച്ചവടത്തിന്റെ, തന്റെ ഐശ്വര്യത്തിന്റെ, തന്റെ അഭിവൃദ്ധിയുടെ ഒരു വിഹിതം തന്റെ മക്കൾ മരിക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു ഗതികേട് വരാതിരിക്കാൻ, തന്റെ മക്കളെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു അപകടകരമായ അവസ്ഥ വരാതിരിക്കാൻ അല്ലാഹു റബ്ബിനെ സാക്ഷി നിർത്തി. അല്ലാഹു ചിലപ്പോ സമ്പത്ത് തന്നുകൊണ്ടിരിക്കും, ചിലപ്പോ തിരിച്ചെടുത്തുകൊണ്ടിരിക്കും, ചിലപ്പോ കച്ചവടം വിജയിപ്പിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് റബ്ബ് ചെയ്യുന്ന കാര്യമാണ്, അതിൽ നമുക്ക് കൈകടത്താൻ പറ്റൂല. പക്ഷേ ഇതിൽ രണ്ടാമത് പറഞ്ഞത് അല്ലാഹു തരാതിരിക്കട്ടെ. സമ്പത്തിന്റെ വിജയം, കച്ചവടത്തിന്റെ പുരോഗതി, സാമ്പത്തിക ലാഭവും ശേഷിയുമൊക്കെ ഇത് പറയുന്ന ഒന്നാമത്തെ ആളിനെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഒരാള് സന്തോഷത്തോടെ ഒരാളൊന്ന് തുടങ്ങി വെക്കണം. ആർക്കാണതിനുള്ള ഭാഗ്യം കിട്ടുന്നത്? ആരാണതിന് മനസ്സ് കാണിക്കുന്നത്? ഇൻഷാ അല്ലാഹ് വേഴാടിച്ച മദീനത്ത് ചെന്നാൽ ആദ്യ ദുആ പ്രിയപ്പെട്ട സഹോദരന്, എന്റെ മജ്ലിസിന്റെ ദുആ. കൂടാതെ ഹൈദരലി തങ്ങൾ പറഞ്ഞു വിട്ട ആ വാക്കുപാലിച്ച് തിരിച്ചവിടെ മടങ്ങിയെത്തുമ്പോ ഈ ജിദ്ദയിൽ നിന്ന് ആദ്യം പറഞ്ഞ സഹോദരനെ മറക്കില്ല. സർവാധിനാഥനായ സർവശക്തനായ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ചൊല്ല്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ആത്മാർത്ഥതയോടെ ആമീൻ പറയണം. പ്രവാസികളുടെ ആമീന് ബറക്കത്തും ഐശ്വര്യവുമാണ്. അല്ലാഹുവേ പടച്ചവനെ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അനുഗ്രഹിക്കല്ലാ. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ. മനസ്സ് തളർന്നു പോകുന്ന കഷ്ടപ്പാട് കൊടുക്കല്ലേ അല്ലാ. മനസ്സ് തളർന്നു പോകുന്ന വേദന കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഒരിക്കലും ശിഫയാകാത്ത രോഗം കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിന്ന് ഒന്നാമത്തെ ആളായി എഴുന്നേൽക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ആ സഹോദരൻ അല്ലാഹുവേ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഖബർ വിശാലമാക്കണേ അല്ലാ. പാവപ്പെട്ട ഞാൻ എത്രയോ ദൂരം യാത്ര ചെയ്ത് തങ്ങളോടൊപ്പം ഇവിടെ വന്നിരിക്കുമ്പോ ഈ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇരുന്ന് ശബ്ദം ശ്രവിക്കുന്ന തങ്ങളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരനെ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ആ സഹോദരന് വിജയം കൊടുക്കണേ അല്ലാ. ആ സഹോദരന് വിജയം കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇത് പറഞ്ഞതാ സഹോദരനെ ഒരിക്കലും ഒരു നഷ്ടത്തിലാക്കല്ലേ അല്ലാ. ഒരിക്കലും ഒരു നഷ്ടത്തിലാക്കല്ലേ അല്ലാ. എല്ലാവർക്കും കഴിയില്ലല്ലോ, എല്ലാവർക്കും കഴിയില്ലല്ലോ. അല്ലാഹുവേ ഇതൊരു പൊരുത്തമുള്ള സംഖ്യയായി സ്വീകരിക്കണേ അല്ലാ. തങ്ങന്മാരുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ, പൊരുത്തം കൊടുക്കണേ അല്ലാ. ഇത് പറഞ്ഞവര് മരണപ്പെടുമ്പോ അല്ലാഹുവേ ഒരു വിലായത്തിന്റെ പദവിയുള്ള ഒരാളിന്റെ എങ്കിലും ദുആ കൊടുക്കണേ അല്ലാ. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഖബറിന്റെ അകത്ത് ചെന്ന് കിടക്കുമ്പോ നിന്റെ ഔലിയാക്കളുടെ പൊരുത്തമുള്ള ദുആയും നല്ല ഖബർ ജീവിതവും ആ സഹോദരന് കുടുംബത്തിനും കൊടുക്കണേ തമ്പുരാനെ, കൊടുക്കണേ റഹ്മാനേ. ആ സഹോദരൻ അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. ഈ സദസ്സിൽ ആമീൻ കൊണ്ട് ആ സഹോദരന് എത്രയോ നേട്ടങ്ങൾ കിട്ടണമെന്ന് റബ്ബ് തീരുമാനിച്ചതാണ്. അത് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഖലായിൽ നടന്നു, അല്ലാഹുവിന്റെ ഖലായിൽ നടന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു പൊരുത്തം. വേറെ ആരെങ്കിലും പറഞ്ഞു? സംസാരൊന്ന് ചെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു? വേഗം വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറിയ ബക്കറ്റുമായി നമ്മുടെ സംഘാടകർ വരും. എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലുള്ളതിൽ കാര്യമായ ഒരു തുക ഇൻഷാ അല്ലാഹ് ആ പിന്നെ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചു കൊടുക്കണം. കാര്യമായ ഒരു തുക എല്ലാവരും 1 ലക്ഷവും 2 ലക്ഷവും ഒന്നും തരാനില്ല ഉസ്താദെ. ജിദ്ദയിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും പാവപ്പെട്ടവൻ ഒരു പക്ഷേ ഞാനായിരിക്കും. ആ എന്റെ കയ്യിലുള്ള ഒരു 100 റിയാല്, 50 റിയാല്, 10 റിയാല് എനിക്ക് അതേ ഉള്ളൂ. നല്ല മനസ്സോടെ സ്വതക്ക ചെയ്യ്. ഇത് ആ സ്ഥാപനത്തിന് എനിക്കല്ല, സംഘാടകർക്കല്ല, നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ആരുടെയും പട്ടിണി മാറ്റാനല്ല.
ഇതാ സ്ഥാപനത്തിന്റെ ആവശ്യത്തിനാണ്. അവിടെ ഹിഫ്ള് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ബറക്കത്തും ഐശ്വര്യവും പുണ്യവും ഖുർആന്റെ പ്രകാശവും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വേഗം വേണം, സമയക്കുറവാണ്, വേഗം വേണം. എല്ലാ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഭാഗത്ത് ബക്കറ്റ് കൊണ്ട് ചെല്ല്, വെച്ചോണ്ടിരിക്കാതെ കൊണ്ട് ചെല്ല്. തങ്ങളുടെ കയ്യിൽ ഒരു തുക കൊടുത്തിട്ട് ഒരു ബറക്കത്തിന് ആദ്യമായിട്ട് ബക്കറ്റിലേക്ക് ഇട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നവരെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാ പുണ്യങ്ങളും ചുരിഞ്ഞു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ ഐശ്വര്യങ്ങളും തിരഞ്ഞെടുക്കും. KMCC-യുടെ കരുത്തരായ നായകന്മാരുൾപ്പെടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുൾപ്പെടെ ഒരുപാട് സഹോദരങ്ങൾ ഇവിടെയുണ്ട്. തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരുടെയും കയ്യിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ ഭാഗത്തും കണ്ടിച്ചില്ല, എല്ലാവരുടെ ഭാഗത്തും കാരുണ്യവാനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. 1,00,000 രൂപ അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ പറഞ്ഞു, സന്തോഷം. ആ സഹോദരൻ എല്ലാ ബറക്കത്തും എല്ലാ ഐശ്വര്യവും അള്ളാഹു ചുരിഞ്ഞു കൊടുക്കട്ടെ. ഇനി അള്ളാഹുവിന്റെ തൗഫീഖാൽ ഒരു 50,000 രൂപ ഒരാൾ നല്ല മനസ്സോടെ ആലോചിക്ക്. ഏതെങ്കിലും ഒരാളിന് ബഹുമാനപ്പെട്ട 1,00,000 രൂപ പറഞ്ഞ സഹോദരന്റെ ഉപ്പ ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു. അറക്കൽ ഇബ്രാഹിം എന്ന സഹോദരൻ. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഉപ്പയുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഉസ്താദേ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്റെ ഉപ്പ മരിച്ചിട്ട്. ആ ഉപ്പാക്ക് സ്വർഗം കൊടുക്കാൻ ദുആ രക്കണം. ഞങ്ങൾക്ക് ആദ്യം ഭക്ഷണം തന്ന, ഞങ്ങളുടെ വിരൽ പിടിച്ച് നടന്ന, ഞങ്ങളെ ഗൾഫിൽ വിടാൻ കഷ്ടപ്പെട്ട, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ട ഉപ്പാടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരൻ ചെയ്ത ഈ സ്വതക്കയ്ക്ക് പകരമായി ആ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഖബർ ഞെരുക്കല്ലേ അല്ലാഹ്, ഖബർ ഇടുക്കമാക്കല്ലേ അല്ലാഹ്. എല്ലാ നൊമ്പരങ്ങളും ആ ഖബർ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹ് ഖബർ ജീവിതം സന്തുഷ്ടിയിലാക്കി കൊടുക്കണേ അല്ലാഹ്. 50,000 രൂപ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ, അല്ലാഹുവേ നാളെ പരലോകത്ത് ഖബറിന്റെ അകത്തിലും എഴുന്നേറ്റ് വരുമ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത് കൊടുക്കണേ അല്ലാഹ്, ശഫാഅത്ത് കൊടുക്കണേ അല്ലാഹ്. ആരും നോക്കാനില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ലോകത്ത് അല്ലാഹുവേ ഇത് പറയുന്ന സഹോദരങ്ങൾക്ക് നീ പൂർണ്ണമായ വിജയം കൊടുക്കണേ അല്ലാഹ്, പൂർണ്ണമായ വിജയം കൊടുക്കണേ അല്ലാഹ്. മകന്റെ പഠനം, മരണപ്പെട്ട മാതാപിതാക്കൾ കൊണ്ട് ദുആ ചെയ്യാൻ, ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകനാണ് ഉമർ കുട്ടി എന്ന സഹോദരൻ. 1,01,000 രൂപ കുലൂ തക്ബീർ. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സ്വതക്ക ചെയ്തു കൊടുക്ക്. ഉമർ കുട്ടി എന്ന സഹോദരൻ 1,00,000 രൂപ. അദ്ദേഹത്തിന്റെ ആഗ്രഹം, 1 മകന്റെ പഠന പുരോഗതി, 2 മരണപ്പെട്ട മാതാപിതാക്കൾക്കും, 3 ബിസിനസിന്റെ പുരോഗതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവർക്ക് വേദിയിലേക്ക് കയറി വരാം. 50,000 രൂപയെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സ്റ്റേജിലേക്ക് വരാം. അല്ലാഹുവേ ഉമർ കുട്ടി എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ പൊന്നുമോന് വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിജയം കൊടുക്കണേ അല്ലാഹ്. ഈ വിനീതന്റെ എല്ലാ മജ്ലിസിലെയും ദുആ നീ കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഉമർ കുട്ടി എന്ന സഹോദരന് ഈമാനുള്ള ജീവിതവും അതിലേറെ ഈമാനുള്ള മരണവും കൊടുക്കണേ അല്ലാഹ്. മാരക രോഗം കൊടുക്കല്ലേ അല്ലാഹ്. ഈ പ്രവാസികളുടെ ആമീൻ നീ പരിഗണിക്കണേ അല്ലാഹ്. മാരക രോഗവും കഷ്ടപ്പാട് കണ്ണീരും കൊടുക്കല്ലേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 50,000 രൂപ.
ഈ സഹോദരന്റെ ഉപ്പാക്ക് വേണ്ടിയും അറക്കൽ ഇബ്രാഹിം എന്ന നേരത്തെ പറഞ്ഞ മരണപ്പെട്ട സഹോദരന്റെ പേര് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ഭാഗ്യവാൻ എന്ന് പതുക്കെ പറയണം. 2 സ്വതക്കയും ഇബ്രാഹിം എന്ന സഹോദരന് ദുആരക്കാൻ, അതോടൊപ്പം ഈ സ്റ്റേജിലേക്ക് വന്ന സഹോദരന്റെ ഉപ്പാക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ 50,000 രൂപ, റബ്ബേ 50,000 രൂപ ഇഫ്ള് പഠിക്കുന്ന മക്കളുടെ സ്ഥാപനത്തിനു വേണ്ടി 2 കണ്ണുകളും ഖുർആനിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് പടച്ചവനെ സൂറത്തുകൾ ഇങ്ങനെ പഠിക്കുമ്പോ അതിന്റെ പ്രതിഫലമാ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുമ്പോ ഒരു ഹാഫിദിനെങ്കിലും ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ തരണേ അല്ലാ. പടച്ചവനെ സങ്കടത്തോടെ ഈ സ്റ്റേജിലേക്ക് വന്ന സഹോദരൻ ഉസ്താദേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയാണ്, എന്റെ ഉപ്പയും ഉണ്ടതിൽ ദുആരക്കണം. 50,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ ആ ഉപ്പാടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കണേ അല്ലാ, സ്വർഗ്ഗമാക്കി കൊടുക്കണേ അല്ലാ. ഭാഗ്യമുള്ള മക്കളാണ്, പൊരുത്തമുള്ള മക്കളാണ്, വാപ്പയോട് ഉമ്മയോട് സ്നേഹമുള്ള മക്കളാണ്. അല്ലാഹുവേ പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ വേദിയിൽ വന്നിരിക്കുന്നവരിൽ ആർക്കെങ്കിലും പടച്ചവനെ എങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ, ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി എങ്ങനെ സ്വതക്ക പറയാൻ താല്പര്യമുണ്ടെങ്കിൽ റബ്ബേ റബ്ബേ നീ അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ. അവിടെ സ്വതക്ക സ്വീകരിക്കണേ തമ്പുരാനെ. വേഗം വേണം ഇൻഷാ അല്ലാഹ്. ഇനി ഒരു കടലാസും പേനയുമായിട്ട് നമ്മുടെ എല്ലാവരുടെ മുന്നിലേക്ക് ഒന്ന് ചെല്ലണം. ഒരു 1000 റിയാലെങ്കിലും ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുമെങ്കിൽ നല്ല പൊരുത്തത്തോടെ എല്ലാ വേദിയിലും ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരു 1000 റിയാൽ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന്, നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു വാഗ്ദാനമായി പറഞ്ഞ് സംഘാടകരെ പിന്നീട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന പേരുകൾ വേഗം എഴുതി കൊടുത്തയക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. പടച്ചവനെ ഖുർആനിന് വേണ്ടിയാണ്, ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടിയാണ്, ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്, ഖുർആന്റെ പ്രകാശത്തിന് വേണ്ടിയാണ്, ഖുർആന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഈ വരുന്നവരുടെ കയ്യിൽ 1000 രൂപയുടെ തുണ്ടെഴുതി കൊടുക്കാൻ മനസ്സ് വരുന്നവരെ അല്ലാഹുവേ നീ അനുഗ്രഹിക്കുക അല്ലാ. അവർക്ക് വിജയം കൊടുക്കണേ അല്ലാ. അവരുടെ ആഖിറത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അവർക്ക് അപകടങ്ങൾ നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാൻ ഖാലിദ് വേങ്ങൂർ EP നമ്മുടെ നാട്ടിലെ 10,000 രൂപ അൽഹംദുലില്ലാഹ് സ്വതക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയ സഹോദരന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. ഉപ്പാടെ ഖബറിലേക്ക് അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരനത് തോന്നിയല്ലോ, ആ കൂട്ടുകാരനത് തോന്നിയല്ലോ, നീ പൂർണ്ണമായി വിജയം കൊടുക്കണേ അല്ലാ, നീ പൂർണ്ണമായി വിജയം കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഇവിടെ നിലവിലുണ്ട്. പ്രസിഡന്റായി നാലകത്ത് പിന്നെ കുഞ്ഞാപ്പ സാഹിബും, മുഖ്യ രക്ഷാധികാരിയായി നാലകത്ത് റഷീദ് സാഹിബും, ഷൗക്കത്തലി പിലാക്കലും, അഫ്സലും, ബിഷാറും ഒക്കെ സവാദും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കമ്മിറ്റി അൽഹംദുലില്ലാഹ് അവിടെ നിലവിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കമ്മിറ്റിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്ഥാപനത്തിന് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ, ആ സ്ഥാപനത്തിന് വേണ്ടി കാര്യങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുവരാൻ സെറ്റാവായ പടച്ചതമ്പുരാൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ എല്ലാവിധ പിന്നെ സൗഭാഗ്യങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ജിദ്ദ താഴേക്കോട് പഞ്ചായത്ത് KMCC-യുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട പ്രവർത്തകർ ആലോചിച്ച് തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളെ, ഹൈദർലി തങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞ് KMCC-യുടെ കരുത്തുറ്റ പ്രവർത്തകർ ഒരു തുക നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി അവരെ ഏൽപ്പിക്കണം. മരണപ്പെട്ട സഹോദരിയുടെ പേരിൽ ദുആ ചെയ്യാൻ അരക്കുപറമ്പ് സലീം എന്ന സഹോദരൻ 1000 റിയാൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ പെങ്ങളും മരണപ്പെട്ടു പോയി, 1000 റിയാൽ ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് വേണ്ടി നീയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ,
നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇന്നലെ ദമാമിൽ പ്രഭാഷണം നടത്തുമ്പോ അല്ലാഹുവേ പ്രിയപ്പെട്ട സഹോദരിമാർ, അവിടെ പ്രഭാഷണത്തിന് വന്ന സഹോദരിമാർ അവരുടെ വിലപ്പെട്ട സ്വർണ്ണാഭരണം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്തു തമ്പുരാനെ. അല്ലാഹുവേ എത്രയോ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരാണ് ഉസ്താദേ. ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് വരാതിരിക്കാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. അല്ലാഹുവേ ആ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ജിദ്ദയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്ത് സംഘാടകരുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമായി നിങ്ങളുടെ ഖബറിലും പരലോകത്തിലും വരണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം സന്തോഷത്തോടെ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം വളരെ ആഹ്ലാദത്തോടുകൂടി തൃപ്തിയോടുകൂടി ഈ സദസ്സിലേക്ക് കൊടുത്തേക്കാൻ ഒരാൾക്കെങ്കിലും മനസ്സ് വന്നാൽ അൽഹംദുലില്ലാഹ് ആ പെങ്ങൾക്ക് വേണ്ടി എല്ലാ മജ്‌ലിസിന്റെയും ദുആ ഉണ്ടാവും. അല്ലാഹു ആ പ്രിയപ്പെട്ട പെങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉദ്ദേശകാര്യം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് 1000 റിയാൽ അബ്ദുൽ ജബ്ബാർ എന്ന സഹോദരൻ, ഉമ്മയുടെ രോഗം ശിഫയാകാൻ വേണ്ടി ഖദീജ കോട്ടൂര് 500 റിയാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ ഈ സ്വതക്കകളെ സ്വീകരിക്കണേ അല്ലാഹ്. മരിച്ച ഉമ്മയുടെയും ഭാര്യയുടെയും പെങ്ങളുടെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 50,000 രൂപ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ ദുആ നീ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മർ പുത്തൂര് 50,000 രൂപ. അല്ലാഹുവേ സ്വതക്ക സ്വീകരിച്ചവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് വിജയം കൊടുക്കണേ അല്ലാഹ്. ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഫറോക്കിലുള്ള എന്റെ പ്രിയപ്പെട്ട ബഷീർ എന്ന സഹോദരന്റെ സുഹൃത്ത്, മക്കളില്ലാത്ത ഒരു ബഷീർ ഉണ്ട് ഫറോക്കിലുള്ള. ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ 500 റിയാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒരു വലിയ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്വതക്ക സ്വീകരിച്ച് അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത മറ്റൊരാൾ കുഞ്ഞു മുഹമ്മദ് കാലത്തോട് 1000 റിയാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. വായ്പ വാങ്ങിച്ച കാശ് കിട്ടുന്നതിന് വേണ്ടി ദ്വാരക്കാൻ 1500 റിയാൽ മറ്റൊരു സഹോദരൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.